മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനും മെഡിറ്റേഷൻ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് നാം ഇന്ന് ഒരുമിച്ച് അന്വേഷിക്കുന്നത്. ഈ മനോഹരമായ സെഷൻ നയിക്കുന്നത് സൈക്കോളജിക്കൽ കൗൺസിലറും സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറുമായ സന്ധ്യ മാമാണ്. സന്ധ്യ മാമിനെ സെഷനിലോട്ട് ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. Thank you, ma'am. Just for your warm welcoming. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെയാണ്. സെഷനിൽ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. First of all, good evening all. Good evening. Good evening. Good evening. Good evening. Welcome all of you for the session. നമുക്ക് ഈ സെഷനിലേക്ക് അങ്ങ് കടക്കാം അല്ലേ? ഇനിയൊരു പരിചയപ്പെടുത്തൽ വേണ്ടല്ലോ അല്ലേ? സോ നിങ്ങൾ ഇന്നത്തെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? പവർ ഓഫ് മെഡിറ്റേഷൻ അല്ലേ? അത് പറയുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പവർ ഓഫ് മെഡിറ്റേഷൻ എന്ന ഈ ഒരു ടോപ്പിക്കില് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മെഡിറ്റേഷൻ ജേണിയാണ്. എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നും എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നും എൻ്റെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഈ ഒരു മെഡിറ്റേഷൻ എനിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നും നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് നമുക്ക് മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോവാം അല്ലേ? ബട്ട് നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ കണക്റ്റഡ് ആവില്ലേ അല്ലേ? താങ്ക് യു. അപ്പം നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സമയത്ത് ചില ആൾക്കാർക്ക് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അവർക്ക് ചെറുപ്പം തൊട്ട് തന്നെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വീട്ടിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരിക്കും മേ ബി അവർ വളരുന്നുണ്ടാവുക. ബട്ട് ചിലർക്ക് ചില ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു റീസൺ, ഞാൻ പലരെയും കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ട്രെയിനേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ആരോ ആയിക്കോട്ടെ, നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് അവർ എത്താൻ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടാവും അവർക്ക്. മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നവരായിരിക്കാം. എങ്ങനെയായാലും നമുക്ക് ഏത് സാഹചര്യത്തിൽ കിട്ടിയതാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ അതിനെ എങ്ങനെ യൂസ് ചെയ്തു, എങ്ങനെ അതിനെ കൊണ്ടു നടന്നു എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു, എങ്ങനെ നമ്മൾ അതിനെ സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ? എപ്പോൾ കിട്ടിയെന്നുള്ളതല്ല, കിട്ടിയതിനെ നമ്മൾ എങ്ങനെ നമ്മൾ ലൈഫിൽ അതിനെ യൂസ്ഫുൾ ആക്കി എന്നുള്ളതാണ്. അപ്പൊ പലരുടെയും തെറ്റിദ്ധാരണയുണ്ട് അല്ലെ? ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടില്ല, ഇനി ഇപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏത് സമയത്ത് എപ്പോ വേണമെന്നുണ്ടെങ്കിലും മനസ്സുള്ളവർക്ക് ഒക്കെ ചെയ്യാവുന്ന, അപ്പൊ ആ ഒരു മെഡിറ്റേറ്റീവ് ഒരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജേർണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആ ഒരു ലൈഫിന്റെ ഒരു മാറ്റം എത്രത്തോളാണ് ഒരു മെഡിറ്റേഷൻ ജേർണി അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ആ മെഡിറ്റേഷൻ ജേർണിയിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവരുടെ ലൈഫ് മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾക്ക് എന്തോ ഒരു ഇന്നർ കണക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റിനെസ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയണ്ടേ, എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള എന്ന് നമുക്ക് പറയാം. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മനസ്സിൽ നിന്നിട്ട് ചിന്തകള്
വരുന്നതും ചിന്തകൾക്ക് ഉണ്ടാവുന്ന തോട്ടുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലെ. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു തോട്ടുള്ള ആളുടെ ഒരു ക്വാളിറ്റി നമ്മൾ പറയേണ്ടതുണ്ടോ? ഇല്ല. അവരുടെ ലൈഫ് കണ്ടാൽ നമുക്കറിയാം അവര് ഏത് തരം ജീവിതം ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്ത് തരം ഡിസിപ്ലിൻ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് നമുക്ക് അവർ പറയാതെ തന്നെ അവരുടെ ആ ഒരു ഓറ നമുക്ക് കണക്ട് ആവും. അതാണ് ഈ മെഡിറ്റേഷന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ തുടങ്ങിയത് നമ്മള് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ കടക്കുന്നത് പലപ്പോഴും ഒരു ലോവർ ഒരു കോൺഷ്യസ്നെസ് എന്നായിരിക്കും മിക്കവാറും പലരുടെയും എക്സ്പീരിയൻസ് എന്ന്. അപ്പൊ ഈ ലോവർ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ഒരു വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. നമ്മൾക്ക് നമ്മളോട് തന്നെ വെറുപ്പുണ്ടാവുന്ന ഒരു അവസ്ഥ. അപ്പോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാള് ഒരു സെൽഫ് ലവ് ഇല്ലാതെ ഒരു വേർത്തി അല്ല എന്ന് ഉള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളുടെ ചുറ്റുപാടും എങ്ങനെയായിരിക്കും, അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും, അവരുടെ ജീവിത നിലവാരം എന്തായിരിക്കും, അവരുടെ ശബ്ദത്തിന്റെ ഒരു ടോൺ എന്തായിരിക്കും, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അവര് തന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോ അവര് സംസാരിക്കുന്ന എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, കാരണം അവര് തന്നെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരു മൊമെന്റ് എന്നാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നുള്ള ഒരു തോന്നലിൽ നിന്നിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഡിഫറൻസ്. ഒരാള് ആ ഒരു അവസ്ഥയില് എനിക്കിത് പോരാ, ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് ഒരു ചിന്ത ആ ഒരു അവസ്ഥയെ ഓവർകം ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, അവിടെ മാത്രമേ യൂണിവേഴ്സിന് വരെ അയാളെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നമ്മൾ രണ്ടു തരം ആൾക്കാരെ കാണാം അല്ലെ. ചിലരെന്താണ്, ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവരവിടെ തന്നെ നിൽക്കാനായിരിക്കും പ്രിഫർ ചെയ്യുക. എന്നുവെച്ചാല് ഈ കംഫർട്ട് സോൺ വിട്ട് വരാനുള്ള ഒരു പേടി. അപ്പോ ഇത് പുറത്ത് കിടക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവരെന്തായിരിക്കും പറയാ, വേണ്ട, പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇന്ന അവസ്ഥകൾ ഉണ്ടാവും, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇന്ന പ്രോബ്ലംസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. അപ്പോ ആ കംഫർട്ട് സോണ് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എത്ര അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ആ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ അവർ തീരുമാനിക്കും. അപ്പൊ ഈ ഒരു തോട്ട്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വേണം എന്ന് ചിന്തിച്ച് പുറത്തേക്ക് അതിനെ ഓവർകം ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരാള്, ആ ഒരു തോട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എല്ലാ മാറ്റങ്ങളും. ആ ഒരു ചിന്തയാണ് പിന്നീട് അവരെ നയിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അവിടെ തൊട്ടിട്ട് അവരുടെ ജീവിതം മാറുന്നത് അവര് ആസ്വദിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ചിന്തയാണ് ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് ഒരു വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതെല്ലാം എന്തായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അതേസമയം ആ അവസ്ഥയിൽ നിന്നിട്ട് മാറി ചിന്തിക്കുന്ന ഒരാള്, ഇപ്പൊ അയാളൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു ജേണിയിലേക്ക് കടന്ന് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ജേണിയിലേക്ക് അയാൾ വന്നു എന്ന് വിചാരിക്കുക. അവിടെ നിന്നിട്ട് അയാള് ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ആദ്യം അവര് ഈ ഒരു ജേണിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവര് ആ പ്രശ്നങ്ങളെ കാണുന്നത് സിറ്റുവേഷൻസ് ആയിട്ടായിരിക്കും. പ്രശ്നങ്ങളായിട്ട് കാണുമ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും സൊല്യൂഷൻസ് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. അതായത് ആ ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം അതിനെ നമ്മളൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പഠിക്കുമ്പോൾ നമുക്കവിടെ പോസിബിലിറ്റീസ് കാണാനായിട്ട് പറ്റും. അവിടെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഈ പ്രോബ്ലത്തിലാണോ നമ്മൾ നിൽക്കേണ്ടത്, ഈ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ കാണുവാണോ വേണ്ടത് എന്നുള്ളത് ആ
ഒരാൾ, ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ തീരുമാനിക്കുന്നതാണ്. അപ്പോ എന്താണ് ഈ പ്രോബ്ലം, എന്താണ് ഈ സിറ്റുവേഷൻ, എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് അല്ലെ? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. അതായത് ഇപ്പം രണ്ട് കുട്ടികൾ മാങ്ങയ്ക്ക് എറിയാന്ന് വെച്ചാൽ നിറച്ച് മാങ്ങയുള്ള ഒരു മാവിലേക്ക് അവർ എറിയാണെന്ന് വിചാരിക്കുക. ഓരോ മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. പ്രശ്നമായിട്ട് കാണുന്നവനെയും സിറ്റുവേഷൻ ആയിട്ട് ഇതിനെ കാണുന്നവനെയും എടുക്കുന്ന രണ്ട് മൈൻഡ് സെറ്റ്. അപ്പോ ഒരുത്തൻ മാങ്ങയ്ക്ക് എറിഞ്ഞ് ഒരു 3-4 പ്രാവശ്യം എറിയാണ്. എറിഞ്ഞിട്ട് അവന് മാങ്ങ വീഴുമ്പോൾ അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവൻ ചെന്ന് എടുക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം, അവൻ കഴിക്കുന്നുണ്ടാവാം. ഓക്കെ. അതേസമയം ഈ രണ്ടാമത്തെ കുട്ടി ചിന്തിക്കുന്നത് എന്റെ 5 കല്ലാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലെ, മാങ്ങ വീണു എന്നുള്ളതിന്റെ അപ്പുറം അവന്റെ വിഷമം 5 കല്ല് പോയി എന്നുള്ളത്. ആദ്യത്തെ എറിൽ തന്നെ അവൻ ആ മാങ്ങ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ബാക്കി 4 കല്ലുകളോടെ ബാക്കി നിൽക്കൂലായിരുന്നു. അപ്പൊ അവൻ അതിനെ കാണുന്നത് എന്താണ്, ഒരു പ്രോബ്ലം ആയിട്ടാണ്. അപ്പൊ അവിടെ എന്ത് വന്നു അല്ലെ, അവിടെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവൻ ആ മാങ്ങ കിട്ടിയതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. ബട്ട് മറ്റേ കുട്ടി അതിനെ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് കണ്ടിട്ടുണ്ടാവുമ്പോ തന്നെ അവൻ അതിന് ഒരുപാട് പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അവന് ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലായിട്ടുണ്ടാവാം, ആ ഒരു ഫോഴ്സ് മനസ്സിലായിട്ടുണ്ടാവാം, അവൻ നിൽക്കുന്നതും ആ മാങ്ങയുടെയും ആ ഒരു ഡിസ്റ്റൻസ്, അങ്ങനെ പല കാര്യങ്ങളും അവനതൊന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഈ രണ്ട് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് സിറ്റുവേഷൻ ആയിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അത് പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എപ്പോഴും അവിടെ കിടക്കുകയും ചെയ്യും. ഓക്കെ ആണോ? വളരെ സീരിയസ് ആയിട്ട് പോകുന്നുണ്ടോ നമ്മുടെ ക്ലാസ്? ഓക്കെ ആണ്. അപ്പോ ഈ തരത്തിലുള്ള രണ്ട് മൈൻഡ് സെറ്റിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്. അപ്പം എൻ്റെ മെഡിറ്റേഷൻ ജേർണി എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ കോൺഷ്യസ്നെസ്, ഒരു ലോവർ കോൺഷ്യസ്നെസ് തന്നെയാണെന്ന് പറയാം. അപ്പോ മെഡിറ്റേഷൻ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമായിരുന്നു. ബട്ട് ഇപ്പൊ ഒരു പകുതിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിനെ ഒരു എന്താ പറയാ, ആ ഒരു അപ്രോച്ച്, ആ ഒരു സമീപനത്തോട് കൂടിയിട്ട് നമ്മളതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനത് ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ണടച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കുമ്പോ ഇത്രയൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നോ, ഇത്രയൊക്കെ നമ്മൾ ഒരു മിനിറ്റിൽ ചിന്തിക്കുമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു 20,000 to 25,000 തോട്ടാണ് അത്ര നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അറിയുന്നുണ്ടോ നമ്മൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ തോട്ടുകളുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ അന്നാണ് നമ്മുടെ ഉള്ളിലൂടെ ഇത്രയും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ട് എന്നുള്ളതും ആ ചിന്തകൾ അനലൈസ് ചെയ്യാനും ആ ചിന്തകളെ കാണാനും പഠിക്കുന്നത്. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ തോട്ടുകൾ എന്തോ ഒന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഉത്തരം കിട്ടി അതങ്ങ് പോകുന്നുണ്ടാവും. ഇതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോകുന്നുണ്ടാവുക അല്ലെ. അപ്പോ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ, അതായത് നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് തുടങ്ങുമ്പോഴും അവിടെ വില്ലനായിട്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ. നമ്മൾ എപ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചെയ്യണ്ട അല്ലെ, ആ ഒരു ലേസിനെസ് കീപ്പ് ചെയ്യാനായി അതെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ചെയ്യാം. അപ്പൊ ആ ഒരു ഡിഫിക്കൽറ്റി ശരിക്കും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ഹാർഡാക്കുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ ബ്രെയിൻ നമ്മളോട് എന്തു പറയും?
ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യണോ, അതിലും സൊല്യൂഷൻസ് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെ പല 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 ചിന്തകൾ നമുക്ക് വരും. അതിനൊക്കെ ഓവർകം ചെയ്ത് ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നത് അപ്പം മാത്രമാണ്. നമുക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മൾ അങ്ങനെ ഒരു ഡെയിലി റൊട്ടീൻ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു ഹാർഡ് സിറ്റുവേഷനിലേക്ക് വരാനെടുത്ത ഒരു ടൈമിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ചിട്ടകളെ അല്ലെങ്കിൽ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഒറ്റ പ്രാവശ്യം ബ്രേക്ക് ചെയ്യാനേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഒരു പ്രാവശ്യം നമ്മൾ ഓൾറെഡി ബ്രേക്ക് ചെയ്തല്ലോ. അപ്പോ ഇന്നലെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെന്താ കുഴപ്പം? അപ്പൊ 2 ദിവസം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അതുകൊണ്ടാണ് ഇതിൽ കൺസിസ്റ്റൻസി കിട്ടാതെ പോകുന്നത്. അപ്പോ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആരാണോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലിരുന്ന് അതിന് ചിലർക്ക് മാസങ്ങൾ എടുക്കാം, ചിലർക്ക് 1 വർഷം എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച്, അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതി അനുസരിച്ച് എല്ലാമാണ് അതിന് ടൈം എടുക്കുന്നത്. ഓക്കെ, ഇന്നതെന്ന് ഇതുവരെ ഞാൻ ആരുടെ അടുത്തൊന്നും കേട്ടിട്ടില്ല. ചിലപ്പോൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്താൻ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് ഒരു മെഡിറ്റേറ്റർ എത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ടിട്ട് പിന്നെ നമ്മൾ രാവിലെ എണീക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഓക്കെ, അപ്പോ എണീക്കുന്നില്ലേ, ഡെയിലി റൂട്ടീൻ ചെയ്യണ്ടേ, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ബ്രെയിൻ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. അവിടെ എത്തിപ്പെട്ടാല് നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് തരുന്ന ഒരു വല്ലാത്ത ഒരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്ന പെർസ്പെക്റ്റീവ് തന്നെ നമുക്ക് മാറുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫിനെ ആഫ്റ്റർ മെഡിറ്റേഷൻ ലൈഫ്, ബിഫോർ മെഡിറ്റേഷൻ ലൈഫ് എന്ന് വേണമെങ്കിൽ 2 ആയിട്ട് കാണാം. ആഫ്റ്റർ മെഡിറ്റേഷൻ ലൈഫില് നമുക്ക് ഒരു പ്രശ്നത്തിന് നമ്മൾ കാണുന്ന രീതി, അതിനോടുള്ള അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് അതിന് അത്ര വലിയൊരു സീരിയസ് ആയിട്ട് കാണാൻ എന്തുകൊണ്ടോ നമ്മുടെ മനസ്സ് തയ്യാറല്ല എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ് അനുഭവിച്ചവരുണ്ടോ ഈ ഗ്രൂപ്പില്? ആ സ്റ്റേറ്റ് ഉള്ളവരുണ്ടോ? എനിവൺ ഹിയർ? ഉണ്ട് മാം. ഓ, വെരി ഗുഡ്. യാ, താങ്ക് യു. സോ ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു അവയർനെസ്, അല്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളില് നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു അവയർനെസ്, എല്ലാത്തിനെയും ഒരു ഒബ്സർവർ ആയിട്ട് നമ്മുടെ ലൈഫിനെ മാറി നിന്ന് കാണാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും. മറ്റത് നമ്മള് ബിഫോർ മെഡിറ്റേഷൻ ലൈഫില് നമ്മളൊരു പ്രശ്നത്തിനെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നത് ഇമോഷണൽ സ്ലേവ്സ് ആയിട്ടായിരിക്കും. വികാരങ്ങളിൽ അടിമപ്പെട്ട് അതില് നിന്ന് കറങ്ങിക്കൊണ്ട് ആ സിറ്റുവേഷനിൽ ആ ഒരു ഇമോഷനിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ അതെന്താവും, വേഴ്സ്റ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം ലൈഫിനെ മാറി നിന്നുകൊണ്ട് നമ്മളൊരു ഒബ്സർവർ ആയിട്ട് കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ വേറെ ഒരു എസൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്നുള്ളതാണ്. വലിയ കാര്യങ്ങൾ നമുക്ക് വേണമെന്നില്ല. പണ്ട് വലിയ കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് എന്താണ്, പോരാന്നുള്ളതാണ്. ബട്ട് ഇവിടെ ചെറിയ കാര്യങ്ങൾ നമ്മളെ വല്ലാണ്ട് ഹാപ്പി ആക്കി ഇരിക്കും. അതായത് ഒരു കുട്ടിയുടെ മനസ്സ് പോലെ. അതാണ് ഞാൻ ഇതിന്ന് കണ്ടിട്ടുള്ള ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ ചെറിയ നമ്മുടെ വിന്നിങ്ങില്
എല്ലാത്തിലും നമുക്കൊരു ഹാപ്പിനെസ്, നമ്മുടെ മുഖത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ ഒരു സ്മൈല്, ബാക്കിയുള്ളവരോട് നമുക്കൊരു എമ്പത്തറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ളൊരു അവസ്ഥ, അതുപോലെ തന്നെ നമുക്കൊരു വണ്ണസ്സോട് കൂടിയിട്ട് എല്ലാത്തിനെയും കാണാൻ പറ്റുന്ന ഒരവസ്ഥ, നമ്മൾ ഡീൽ ചെയ്ത് പോയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാമാണ് ഇന്ന് എന്നെ ഞാനാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിവുണ്ടാക്കി തരും ഒരവസ്ഥ. മറ്റത് നമ്മുടെ പാസ്റ്റിനെ നമ്മൾ പഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് ചെയ്തു തന്നില്ല, ഇവര് ചെയ്തു തന്നില്ല, മറ്റത് ശരിയായില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ പഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷനെ കടന്നു പോന്നിട്ടുണ്ടാവാം. ബട്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ലൈഫിനെ നമ്മൾ കാണണ്ട, അല്ലെങ്കിൽ ലൈഫിനോടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഒരു ക്രേവിങ്സ് ഒന്നും എന്തായാലും പറയാം നമ്മൾ അതിനെ സമീപിക്കാനുള്ള ചേസ് ചെയ്യാന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അപ്പോ നമ്മളെ ഇത്ര പവർഫുൾ ആയിട്ട് നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എന്ന് മാറ്റം ഉണ്ടാവും. അവരുടെ ഗ്രോത്ത് കണ്ടാല്, അവരുടെ ലൈഫ് ബാക്കിയുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് ഇതെന്താ പറ്റിയേ എന്ന് തോന്നിപ്പിക്കാൻ പാകത്തിന് അവർക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോ ഈ ഫ്രീക്വൻസി, ഈ ഒരു വൈബ്രേഷൻ അത് ഹൈ ആവുമ്പോഴാണ് ഈ ലൈഫിലെ മാറ്റങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാനും ആ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്താനുമായിട്ട് സാധിക്കുന്നത്. എനിക്ക് അടുത്ത കാലത്ത് ഒരു മെഡിറ്റേഷൻ, ഒരു ഹയർ മെഡിറ്റേഷൻ, ഒരു അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ആശ്രമമാണ്, ആലപ്പുഴ ജില്ലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ അവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 7 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അതൊരു വലിയ ഒരു കോമ്പൗണ്ടാണ്. ആശ്രമത്തിന് അത് സർക്കിളിലാക്കിയിട്ട് വലിയൊരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഈ ഒരു മെഡിറ്റേഷൻ ഹാള് ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. ഒരു പുഴയുടെ തീരത്തൂടെ, പുഴയുടെ തീരത്താണ് ഈ ഒരു ആശ്രമം ഉള്ളത്. സോ നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട്. കാരണം അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു ഓറയാണത്, അവരുടെ ഒരു സമീപനം, ആ ഒരു സ്ഥലത്തിനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നേച്ചറിന്റെ ഒരു പവർ അല്ലെ. നമ്മൾ ഏത് നമ്മളെ അവസ്ഥയിലും ഏത് നമ്മുടെ വിഷമത്തിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലറാണ് നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത് നേച്ചറുമായിട്ടാണ്. അപ്പോ അവിടെ നമുക്ക് ഒരു 7 ദിവസം വളരെ ഷെഡ്യൂൾഡ് ആയിട്ട് തന്നിട്ടുള്ള ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ ദിവസം നമുക്ക് ഒരു ദിവസം ഓരോ പോലെ ആയിരിക്കില്ല. 7 ദിവസം എന്താ പറയുക, ഡിഫറെന്റ് ആണ്. അതിനു മുമ്പ്, അവിടെ കടക്കുന്നതിന് മുമ്പ് എന്റെ 7 ദിവസം ഒരുപോലെ ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം പറയുമ്പോ ആരുമായിട്ടും ഒരു 10-15 പേരുണ്ടാവും ഞങ്ങള് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ചെന്നവര്, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നവര്. അപ്പോ നമ്മള് ആരെയും പരിചയമില്ലെങ്കിലും പുതിയൊരു സറൗണ്ടിങ്സിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഓരോ ദിവസവും ഡിഫറെന്റ് ആണ്. നമുക്ക് വീടുമായിട്ട് കണക്ഷൻ ഇല്ല, ഫോൺ അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഫോണില്ല. അവിടെയാണ് നമ്മളുടെ ചിന്തകൾ അല്ലെ, അത് ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സമയം നമ്മൾ ആ പുഴയുടെ തീരത്ത് ചെന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന, നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബിസി ടൈമില് നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ചെയ്യാൻ സാധ്യതകളുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പോ നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് ഓരോ ദിവസം ഓരോ പോലെ ആക്കാൻ പറ്റും. നമ്മളൊരു ഡെയിലി റൂട്ടീനിൽ അങ്ങനെ പോകണമെന്നാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ആ ഒരു 7 ദിവസം കൊണ്ട് പഠിച്ചെടുത്ത, അതായത്
ഞാൻ എന്താണ് ആക്ച്വലി എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സറൗണ്ടിങ്സ് ഇല്ലാതെ ഒരു റിയൽ സോൾ എന്താണ് ഞാൻ എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു കോഴ്സിലൂടെ കിട്ടിയത്. 7 ദിവസത്തില് 4 ദിവസം സൈലന്റ് ആണ്. സൈലൻസിലേക്ക് നമ്മൾ പോകണം. പിന്നെ ആരുമായിട്ട് നമുക്ക് സംസാരമില്ല. ആ 3 ദിവസം എല്ലാവരെയും നമ്മൾ പരിചയപ്പെടും. ആ ഒരു 7 ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു 7 വർഷം അല്ലെങ്കിൽ ഒരു 17 വർഷം കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ വൈബ്രേഷൻ അത്ര ഹൈ ആണ്. അത് നമ്മൾ പല പ്രശ്നങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിലോ നമ്മൾ മേർജ് ആയി പോകുന്നത് കൊണ്ടായിരിക്കാം മേ ബി നമ്മൾ അത് കണക്ട് ചെയ്യാതെ പോകുന്നത്, നമ്മൾ അറിയാതെ പോകുന്നത്, നമ്മുടെ ഇന്ന വോയിസിനെ നമ്മൾ കേൾക്കാതെ പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇതില് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും പോണേ. മെഡിറ്റേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. 7 ദിവസമേ വേണ്ടുള്ളൂ. നമ്മൾ ഒരു 365 ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾക്ക് നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിൻ്റെ അപ്പുറം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകൾക്കും അപ്പൊ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും, ഒരു പൂവിനെ കാണുന്നതായിക്കോട്ടെ, ഒരു ബട്ടർഫ്ലൈനെ കാണുന്നത്, ഇതിനൊക്കെ ഇത്ര ഭംഗി ഉണ്ടായിരുന്നോ? മരങ്ങൾക്കൊക്കെ ഇത്ര ഭംഗി ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവുന്ന ഒരവസ്ഥ. സോ നമുക്ക് ആ ഒരു ഹയർ വൈബ്രേഷൻ നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡെയിലി റൂട്ടീൻ ചെയ്ത് രാവിലെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എണീറ്റു, നമ്മൾ വന്നു. ഓക്കെ, ബട്ട് പ്രശ്നങ്ങൾക്ക് എന്തുണ്ടാവില്ല, കുറവൊന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഈയിടെ അടുത്തായിട്ട് ഞാനൊരു വലിയൊരു പ്രശ്നം, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വലിയൊരു പ്രശ്നത്തിന് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ഞാൻ അന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മെന്റലി, ഫിസിക്കലി, ഫാമിലി എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നം. അപ്പോ എൻ്റെ ചുറ്റുപാടുമുള്ളവര് എന്നോട് പറഞ്ഞു, നീ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണ്ട, ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരടുത്ത് കൊടുക്കുക. ബട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അവർക്കൊക്കെ അവരുടെ ഫാമിലി ഇല്ലേ, അവരുടെ പ്രോബ്ലംസ് ഇല്ലേ, അവരുടെ ചുറ്റുപാടുകളില്ലേ, എന്തിനാണ് അവരുടെ ടൈമിനെ ഞാൻ വേസ്റ്റ് ചെയ്യുന്നത്? ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, കാരണം ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാ. ബാക്കിയുള്ളൊരു സമയം നമ്മൾ മെനക്കെടുത്തുണ്ടല്ലോ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മൾ ഇതുവരെ സ്നേഹം കൊണ്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് ഇതിന് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ടാവും, അതുകൊണ്ട് ഇതിനെ മീറ്റ് ചെയ്യാൻ തന്നെ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ധൈര്യം ഒക്കെ, ഞാൻ പറയുന്നത് ഈ ഉള്ളിലുണ്ടാവുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ട പേടിയില്ല എന്നുള്ളതല്ല കേട്ടോ, ആ ധൈര്യമല്ല. നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പവർ, നമ്മൾ അറിയാതെ നമുക്ക് ഇത്രത്തോളം സ്ട്രെങ്ത് എവിടുന്ന് വന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോ ഞാൻ ആ കാര്യത്തിനെ വളരെ ധൈര്യപൂർവ്വം ഞാൻ അവരോട് പറഞ്ഞത് ഇത്ര വളരെ പൊളൈറ്റ്ലി ഞാൻ പറഞ്ഞത്, ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാം. അങ്ങനെ ഞാൻ ആ പ്രശ്നത്തിനെ ധൈര്യമായിട്ട് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തു. 1 മാസം കൊണ്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ബാക്ക് ടു നോർമൽ, എല്ലാം നോർമലായി. ഇന്ന് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ആരും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വന്നിട്ടില്ല, സോൾവ് ചെയ്യാൻ വരട്ടെ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല.
സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏത് ഹയർ വൈബ്രേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മാങ്ങയ്ക്ക് എറിഞ്ഞ മക്കളെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ബട്ട് ഇതേ ഞാൻ ഒരു എൻ്റെ ഒരു ജേർണി തുടങ്ങുന്നതിന്റെ ഒരു 3-4 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ തളർന്നു വീണു, ഒരു ഡൗട്ടും ഇല്ല. അപ്പോ നമ്മള് ഓരോ കാര്യത്തിനെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെ നിന്നിട്ടാണ് നമുക്കത് ഉണ്ടായത്. ഇത്രയൊന്നും പവർഫുൾ ആയിരുന്നില്ല ലൈഫ്, ഇങ്ങനെ വളരെ എന്താ പറയാ സ്മൂത്തും ആയിരുന്നില്ല, വളരെ ഫേവറബിളും ആയിരുന്നില്ല. ബട്ട് ഇന്ന് ചുറ്റുപാടും എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു ഇന്നർ പീസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3.5-4 years ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ജേർണിയില് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. ആ സർക്കിളിലുള്ള ആൾക്കാരൊക്കെ, ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ സർക്കിളിൽ പുതിയ ആൾക്കാരാണുള്ളത്. പുതിയ പുതിയ ആൾക്കാർ വരുന്നു. പുതിയ പുതിയ ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വിഷമങ്ങൾ വരെ ഷെയർ ചെയ്യുന്നത്. സോ അവർ ഇവിടുന്ന് വന്നു എന്നുള്ളതാണ്. അതേ വൈബ്രേഷനുള്ള, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഞാൻ കണ്ട ഒരു മാറ്റം കേട്ടോ. പഴയ എന്നിൽ നിന്നും പുതിയ എന്നിലേക്ക് ഞാൻ ഇതൊക്കെയാണ്. സോ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, കുട്ടിയെ, നമ്മുടെ വീട്ടിലെ മക്കളെ, അവര് ഇന്ന് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു മക്കളായിട്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ട് അവരെന്തെല്ലാം ചെയ്യണു എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുന്നതിന്റെ ഒരു ആവശ്യകത എത്രത്തോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഞാൻ മെഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള സ്ട്രഗിളിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. അതിൽ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. അതായത് ആ ഒരു കണ്ണടച്ചിരിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിന്റെ മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത 2 കാര്യങ്ങളാണ് മൈൻഡ്ഫുൾനെസ്സും അതുപോലെ ബ്രെത്ത് വർക്കും. അത് ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് എൻ്റെ മെഡിറ്റേഷനെ എന്താ പറയാ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റിയ ഒന്നാണ്. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവര്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ളവര്, ഓക്കെ, അപ്പൊ വീണ്ടും ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവര് മനസ്സിലാക്കുക, അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലിറ്റിൽ തിങ്സിലും നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവച്ചാൽ ബ്രെയിൻ അതിനനുസരിച്ച് അഡോപ്റ്റഡ് ആയി വന്നോളും. അപ്പൊ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഞാൻ പ്രാക്ടീസ് ചെയ്തത് ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്ത് കഴിയുന്നത് വരെ അതിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കോൺഷ്യസ്ലി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, ഫോഴ്സ്ഫുള്ളി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ബ്രഷ് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ അത് കഴിയുന്നത് വരെ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും. അതുപോലെ നമുക്ക് മൈൻഡ്ഫുൾ വാക്കിങ്, മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്, ഈവൻ മൈൻഡ്ഫുൾ ബാത്തിങ്, എല്ലാത്തിലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ്ഫുൾ ഈറ്റിങ്, എല്ലാത്തിലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ തുടക്കത്തിൽ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അടുത്തതിൽ ഫോക്കസ് ചെയ്യുക, അത് കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്തതിൽ ഫോക്കസ് ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ നോക്കരുത്. അങ്ങനെ നമ്മൾ ഓരോന്നും ഫോക്കസ്ഡ് ആയി നമ്മൾ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് എളുപ്പമുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് സിമ്പിൾ ആയിട്ടുള്ളത് മതി. ഈ ബ്രീത്തിനെ നമ്മളെ കാം ഡൗൺ ചെയ്യിപ്പിക്കാൻ അത്രയ്ക്ക് പവറാണ്. നമ്മളൊന്ന് ഡീപ്ലി ഇൻഹെയിൽ ചെയ്ത് ഒന്ന് എക്സെയിൽ ചെയ്താൽ തന്നെ നമ്മളൊന്ന് കാം ഡൗൺ ആയി, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് റെഗുലേറ്റ് ആയി. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഓരോ വാമപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ബ്രീത്തും കഴിഞ്ഞ് ഇരിക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യേണ്ടതില്ല, കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. നമ്മളെ മനസ്സ് വളരെ കാം ഡൗൺ ആണ്, പിന്നെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്?
നമ്മൾക്ക് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്താൻ അധികം സമയം എടുക്കണ്ട എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മളെ മക്കളെ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോഴും നമ്മൾ ഇതിന്റെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതൊക്കെ ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരു വൈബ്രേഷൻ, അതുകൊണ്ടിട്ട് ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ്. അതിലൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ്. അതിന് മുമ്പ്, മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ജേർണിയിൽ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിട്ട് ചിന്തിച്ച് പിന്നെ തളർച്ചയായി, തലവേദനയായി, നമുക്ക് എന്തായി ബോഡി ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട്, ഐ മീൻ ഒരു സ്ട്രെയിൻ ഉള്ള പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ഇപ്പോ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ബോഡി വളരെ റിലാക്സ്ഡ് ആണ്. ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ബോഡി വളരെ ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പോ നമ്മൾ ബോഡിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് കാം ഡൗൺ ആവും, മനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയും കാം ഡൗൺ ആവും. അപ്പൊ ഇത് രണ്ടും അത്രയും ഇന്നർ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ തരത്തില് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരാൾക്ക് വേറെ ഒന്നൊരു വിഷയമായിട്ട്, അതായത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം ഉള്ളതാണ്, ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല, ഇതൊക്കെ വരും. എന്നാലും അതിനെ ആ ഒരു രീതിക്ക് കാണാനായിട്ട് ഒരു മനസ്സിനെ നമുക്ക് പാകപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഫർഗീവ്നെസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആരോടും ഫർഗീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, സ്വയം അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും. ആ ഒരു സെൽഫ് ലവ്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലോവർ കോൺഷ്യസ്നെസ് നമ്മളോട് വെറുപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും നമ്മൾ പവർഫുൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം വന്നു? നമ്മുടെ സെൽഫ് എസ്റ്റീം വന്നു, അല്ലെ, നമ്മളെ ഡെയിലി റുട്ടീൻ വന്നു. ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവിന്റെ ഭാഗമാണ്. നമ്മൾ കൊണ്ടു നടക്കുന്നതെല്ലാം, നമ്മളൊന്ന് പുറത്തു പോയി വരാന്, നമ്മൾ ഏറ്റവും സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളോടാണ്. അതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മൾ അവിടെ മാറ്റിവെക്കുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്? പ്രൊഡക്റ്റീവാണ്, ക്രിയേറ്റീവാണ്. നമ്മളെ മൈൻഡ് ഒരിക്കലും എന്താണ്, ഒന്നിനെ കുറിച്ചിട്ട് ആവലാതികളില്ല. നമ്മുടെ മൈൻഡ് നമ്മള് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ ഫ്രഷ് ആണ്. എന്തും അതിലേക്ക് കൊണ്ടുചെല്ലാനായിട്ട് പറ്റും. പുതിയ 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 കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്, നമ്മുടെ മനസ്സിനുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പൊ നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാള് സ്വയം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെ? അയാൾക്ക് എന്ത് വലിയ ടാസ്കും അയാൾക്ക് കൊടുക്കാൻ പറ്റും, അയാളെ ഏൽപ്പിക്കാൻ പറ്റും. കാരണം അയാളെ വിശ്വസിക്കാം. നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായി മാറുക എന്നുള്ളതിന്റെ അപ്പുറം വേറെ എന്താ ഉള്ളത്? നമുക്ക് ഈ ലോകം കീഴടക്കാൻ വേറെ എന്താ വേണ്ടേ? അപ്പോ നമ്മൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനി എന്താ പറയണ്ടേ, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ, ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ എത്രത്തോളമാണ് നമ്മളത് ഉപകാരപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി പ്രൊഫഷണൽ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് അതുപോലെ തന്നെ സൈക്കോളജി, കൗൺസിലിംഗ്, ഈ രണ്ട് കാര്യങ്ങളും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോ ഇതില് നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാള്, ഒരു കൗൺസിലിങ്ങിന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെ വണ്ണസ്സോട് കൂട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. വണ്ണസ് എന്ന് പറയുമ്പോൾ അവരിൽ എന്നെ കാണാനായിട്ട് പറ്റുന്ന ഒരവസ്ഥ, അവരുടെ വിഷമങ്ങളെ ഞാൻ കേൾക്കുന്ന, അല്ലെങ്കിൽ അതിനെ എടുക്കുന്ന ആ ഒരു അവസ്ഥ. എന്നിട്ട് അവർക്ക് നമ്മൾ സൊല്യൂഷൻ അല്ല, സജഷൻസ് വെച്ച് കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു സജഷൻ അവർക്ക് വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും അവർ തിരിച്ചു പോവുക. അതാണ് പിന്നെ ഈ ഒരു മെഡിറ്റേഷൻ പ്രൊഫഷണൽ ലൈഫിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്ന്. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഓരോ എനർജീസിനെയും അതേ രീതിയിൽ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും, അത് അവർക്ക് കണക്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ
നമുക്ക് എന്താണ് ഒരുപാട് സെഷൻസ് എടുത്ത് പോകേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് ചെറിയ സെഷനിൽ തന്നെ ചെറിയ ഫീസിൽ തന്നെ അവരെ ഹീൽ ചെയ്ത് വിടാനായിട്ട് നമുക്ക് പറ്റും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ആ ഒരു മൈൻഡിലാണ് ഉള്ളത്. അപ്പം പലപ്പോഴും ഈ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ബാക്ക് വശം വർക്ക് ചെയ്യില്ല. സോറി, ഫ്രണ്ടേജ് വർക്ക് ചെയ്യില്ല, ബാക്ക് ആയിരിക്കും വർക്ക് ചെയ്യാം. അവിടെ നിന്നുകൊണ്ടിട്ട് അവർക്ക് ഒന്നും പോസിബിലിറ്റീസ് കണ്ടെത്താനോ സൊല്യൂഷൻസ് കണ്ടെത്താനോ പറ്റില്ല. അപ്പൊ ഒരു കൗൺസിലറുടെ അടുത്ത് വരുമ്പോൾ അയാൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി, അത്രയും പവർഫുൾ ഒരു ഓറയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ സജഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ അടുത്ത് എനിക്ക് വന്നൊരു കേസ് ഞാൻ പറയാം. വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, എന്ന് വെച്ചാല് അവർക്ക് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ലോ എനർജി എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഒരു എനർജിയിലാണ് അവരുണ്ടായിരുന്നത്. അവരെ പിക്ക് ചെയ്തെടുക്കാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ബിസിനസ്സാണ്, ഒരു ബിസിനസ് വുമൺ ആണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരെ ഹസ്ബൻഡ് പോയി. അപ്പൊ അവർക്ക് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നില്ല, ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പ്രശ്നങ്ങൾ. അപ്പോ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ പോരെയാന്ന് പറയില്ലേ, അതങ്ങോട്ട് വർഷിക്കുകയാണ് നമ്മുടെ മേലേക്ക് വിഷമങ്ങൾ. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫിന്റെ ആ ഒരു ഗ്രീഫ് അവർ നമ്മളെ മേലേക്ക് അത്രയ്ക്കും എന്താ പറയണ്ടേ, നമ്മളിലേക്ക് പൊഴിഞ്ഞങ്ങ് തരുക. അപ്പൊ അത് എടുക്കാനും ഒരു കപ്പാസിറ്റിയും കൂടെ നമുക്ക് വേണം, അല്ലെ? നമ്മൾ പവർഫുൾ ആണെങ്കിൽ മാത്രമേ അത് അതേപോലെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അതേപോലെ റിലീസ് ചെയ്ത് കളയാനും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് അവരുടെ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവര് എന്ത് പറഞ്ഞാലും അതിലേക്ക് വരുന്നില്ല, കാരണം ഹസ്ബൻഡും അവരും കൂടെ റൺ ചെയ്ത് കൊണ്ടുപോയിരുന്നതാണ്. അപ്പൊ എനിക്ക് ഇനി അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോ പരമാവധി ഒരു മനുഷ്യനെ ഏതെല്ലാം തരത്തില് പറഞ്ഞ് മോട്ടിവേറ്റഡ് ആക്കാനും അവരുടെ ലൈഫിലേക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാനും പറ്റും, അതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ അവരവരുടെ ഡെയിലി റൂട്ടീനുകൾ ചെയ്ത്, ചെറിയ രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തു, ചെറിയ രീതിയിൽ ഒരു സ്ട്രെച്ചിങ് പ്രാക്ടീസ് ചെയ്തു, ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ഒരു ജീവിതത്തിലേക്ക് പതുക്കെ ഒരു വെളിച്ചം വരുന്നതായിട്ട് അവർക്ക് എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവർ കുറച്ചും മൂന്നുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് അവര് വരാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അത് ഹീൽഡാവില്ല, നമുക്കറിയാം. അങ്ങനെ വന്ന് ഇപ്പൊ അടുത്ത് തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ഉണ്ടാവുമ്പോൾ ബിസിനസ്സായിട്ട്. അപ്പൊ അവിടെ എല്ലാ വർഷവും അവിടെ സ്റ്റാളുകൾ ഇടും, ഈ പെർഫ്യൂമിന്റെ സ്റ്റാളുകൾ. അപ്പോ ആ സമയത്ത് അവർക്ക് അത് ഇടണം. അപ്പൊ അവര് പറഞ്ഞു അവരില്ലാതെ ഞാൻ എങ്ങനെയാ ചെയ്യാ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നിങ്ങളെ വിശ്വസിക്കാൻ വേറൊരു മാർഗവും ഇല്ല. നിങ്ങൾ ഇനിയും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം തമ്പുരാനും പറ്റില്ല. നിങ്ങളത് ചെയ്യും. അത്യാവശ്യം എന്താ പറയാ, സാമ്പത്തികമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവര് അത് സ്റ്റാർട്ട് ചെയ്ത് ആ ദിവസം തൊട്ടിട്ട് അവർക്ക് എന്താ പറയണ്ടേ, ആ ഒരു കാര്യത്തിനോട് എൻട്രി ചെയ്തപ്പോ പിന്നെ അവർക്ക് ഒരു ധൈര്യം കിട്ടി. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു സന്തോഷം എല്ലാം അവർ കണ്ടത് അവിടെ ആയി. പിന്നെ അവരെല്ലാം അവിടുന്ന് എന്നെ വിളിക്കും, ഫോട്ടോസ് ഷെയർ ചെയ്യും. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇവിടെ വേറൊരു ബിസിനസ് സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മൈൻഡ് ഹീലാകുമ്പോൾ അവിടെ ആ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, ആ കെട്ട് വിട്ടുപോകുമ്പോൾ ആ മൈൻഡിലേക്ക് വരുന്ന വേറെ തോട്ടുകളൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഇത്രയും ആൾക്കാർ സ്റ്റാളിലുള്ളവർക്ക് ഫുഡ് കൊണ്ടുവരാൻ രാവിലെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു കാറ്ററിംഗ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറെ ആയി, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ, യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ. സോ അവര് അതും കൂടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്, വീട്ടിൽ കുക്ക് ചെയ്ത് അത് പൊതിച്ചോറുകളായിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. അവര് രണ്ടാമതും അവിടെ ഒരു ബിസിനസ്സാണ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ അവര് ഭയങ്കര എനർജറ്റിക് ആയി, കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവര് ഭയങ്കര എനർജറ്റിക് ആയി. അതിന്റെ ഒരു ലാസ്റ്റ് ഡേ, അതിന്റെ ഒരു ഫൈനൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ സമാപന ചടങ്ങ് എന്ന് പറയുന്നത്. അതിന് സുരേഷ് ഗോപി ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നല്ല സ്റ്റാളിന്, അത് ബെസ്റ്റ് സ്റ്റാളിനുള്ള അവാർഡ് ഇവർക്കാണ് കിട്ടിയത്.
അന്ന് അവരത് വാങ്ങിക്കാൻ കയറിയിട്ട് അവരെനിക്ക് ആദ്യത്തെ ഫോട്ടോ ആ വീഡിയോ എനിക്കാണ് അയച്ചു തന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടിയ പോലെയാണ് അന്ന് ഫീൽ ചെയ്തത്. സോ അത്രയ്ക്കുമാണ് നമ്മളുടെ ഒരു നമ്മളുടെ ഒരു സ്റ്റേറ്റ്, അതായത് മെന്റൽ സ്റ്റേറ്റ് ബാക്കിയുള്ളവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻക്രെഡിബിൾ ആണത്, പറയാൻ പറ്റാത്തതാണത്. അപ്പൊ ഓരോ മെഡിറ്റേറ്ററും ഓരോ കൗൺസിലേഴ്സും ഓരോ കുട്ടികളും ഏത് മേഖലയിലുള്ള ആൾക്കാരായിക്കോട്ടെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ അവരുടെ ലൈഫിൽ വരുന്ന ഒരു ഇമ്മൻസ് ഓഫ് ഡിഫറൻസ് അവർക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ സ്റ്റെഫി മാമിനോട് ഷെയർ ചെയ്ത ഒരു ഹാപ്പിനെസ് മൊമെന്റ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഞാൻ എൻ്റെ സ്റ്റാറ്റസ്, ഈ പറയുന്ന വെബിനാറിന്റെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, സ്റ്റാറ്റസ് ഇട്ട് ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു, അതായത് ഈ ഒരു ഫോട്ടോ എന്നെ കുറേ വർഷങ്ങളിലേക്ക് മുമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് എന്താന്ന് വെച്ചാല് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ, ഓക്കെ, ലൈഫിൽ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമുണ്ട് നമുക്ക്. അതെല്ലാവരുടെ ലൈഫിലും കടന്നു പോയിട്ടുണ്ടാവാം. ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു സ്വപ്നങ്ങൾ, ഒരു ഡ്രീം ഉണ്ട്, അതിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നമ്മൾ എന്താവണം എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. ബട്ട് അതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരണ്ടേ? അപ്പൊ നമ്മുടെ ആ ഒരു ഇന്റൻഷൻ എത്രത്തോളം പ്രോപ്പറാണോ, എത്രത്തോളം അതിന്റെ ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടോ, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി വന്നിരിക്കും. ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തത്. നമ്മൾ എങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്തത്, എത്ര നമ്മളൊരു ഹാർഡ് വർക്ക് നമ്മളതിൽ ചെയ്തു, എത്രത്തോളം ഡിറ്റർമെന്റ് ആയിട്ട് നമ്മളതിൽ ചെയ്തു, എത്രത്തോളം എഫേർട്ട് നമ്മൾ അതിൽ ഇട്ടു എന്നുള്ളതാണ്. അതൊക്കെ അവിടെ മാറ്റർ ആണ്. അപ്പോ ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം ഇന്ന് ഈ ഒരൊറ്റ പോസ്റ്ററിൽ എനിക്ക് സൂം ചെയ്തപ്പോൾ കാണാനായിട്ട് പറ്റി. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെ ആവണം ഈ അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത ഒരു കാലത്ത് ഞാൻ എന്നെ എങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചോ. പോരാത്തന്നെ ഏറ്റവും എന്താ പറയണ്ടേ, എടുക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണ്, പവർ ഓഫ് മെഡിറ്റേഷൻ. അതാണ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളായിരുന്നു. ഇതെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ടിട്ടാണ്, ഈ ഒരു ഹയർ വൈബ്രേഷനിൽ നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. അപ്പോ ആ ഒരു കാലഘട്ടത്തിനെ ഒരു പോസ്റ്ററിൽ ഞാൻ കണ്ടു എന്നാണ് ഞാൻ സ്റ്റെഫി മാമിനോട് ഒരു ഹാപ്പിനെസ് ആയിട്ട് ഷെയർ ചെയ്തത്. സോ അതാണ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. പവർ ഓഫ് മെഡിറ്റേഷൻ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ പവർഫുൾ ആക്കുന്നത്, അവരുടെ ഒരു ലൈഫിന്റെ പെർസ്പെക്റ്റീവിനെ മാറ്റി കൊടുക്കുന്നത്, അവർ ഓരോ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് അവർക്ക് കൊടുക്കുന്നത്. ഒരാൾ വീട്ടിലിങ്ങനെ ആയാൽ മതി, ബാക്കി എല്ലാവരും അത് കണ്ടുപഠിച്ചോളൂ. അവരുടെ ഡിസിപ്ലിൻ എല്ലാവരിലേക്കും സ്പ്രെഡ് ആവും. ഒരു കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇന്നത് ചെയ്യും പറയേ വേണ്ട. നമ്മളായിരിക്കണം അവരുടെ മാതൃക. നമ്മളൊന്നും പറയേണ്ടതില്ല, പറയാതെ പഠിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഒന്നിനും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യേണ്ടതില്ല, എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥ. അത് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ റിലേഷൻഷിപ്പില്, നമ്മളെ വെൽത്തില്, നമ്മളെ എന്താ പറയണ്ടേ, നമ്മളെ പ്രൊഫഷനില്, കരിയറില്, എല്ലാത്തിലും, ഹെൽത്ത്, വെൽത്ത്, എല്ലാത്തിലും നമുക്കതിനെ കാണാനായിട്ട് പറ്റും. സോ ഞാൻ ആ ഒരു ലൈഫിനെ ആ രീതിയിൽ നോക്കിക്കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോ എന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ താങ്ക് യു ഓൾ ഓഫ് യു, ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഹായ് സന്ധ്യ മാം. യാ, നല്ല സെഷൻ ആയിരുന്നു. ഓരോ
റിലേറ്റബിൾ ആയിരുന്നു. അതാണ് ഓക്കെ. കാര്യങ്ങൾ പറഞ്ഞതിൽ മുഴുവൻ പറയാൻ പറ്റൂല, ഒരു ഏകദേശമൊക്കെ സ്വന്തമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നമ്മളൊരു ചിന്തകളിൽ ഒതുങ്ങിയതും, പിന്നെ ഇപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലോട്ട് ഒരു ഗ്രോത്ത് വന്നതും, അതൊക്കെ പറഞ്ഞപ്പോഴും മിക്ക ആൾക്കാരും ഒന്ന് സ്വന്തത്തിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാം പറഞ്ഞ പല എക്സാമ്പിൾസും അത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം നമ്മളെ ഇന്നർ സ്ട്രെങ്ത് എപ്പോഴാണ് തിരിച്ചറിയുന്നത്, അപ്പോഴാണ് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നത്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മളെ മൈൻഡ്, അതായത് ബോഡി മൈൻഡ് കണക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും, അത് നമ്മളെ ഇമോഷണൽ വേരിയേഷൻ എത്ര കണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, നമ്മൾ ആ ഒരു ലൈഫിൽ മെഡിറ്റേഷൻ കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടായ എത്ര മാറ്റങ്ങളാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഇമോഷണലി വന്നിട്ടുള്ള ആ ഒരു ബാലൻസ് ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു മാം. ബാക്കിയുള്ളവർ ഫീഡ്ബാക്ക് പറയട്ടെ. താങ്ക് യു മാം. മാം, താങ്ക് യു സോ മച്ച്. വളരെ Hi, ma'am. നന്നായിട്ട് അവതരിപ്പിച്ചു. Thank you. അതിലൂടെ തന്നെ മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതായിട്ട് ഫീൽ ചെയ്തു. Oh, thank you. പുഴക്കരികിലൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പുഴയുടെ അടുത്ത് തന്നെ എത്തി. ആ വെള്ളത്തിന്റെ ഒച്ച, ഒഴുക്കിന്റെ ഒച്ച, ഓളം എല്ലാം നന്നായിട്ട് മനസ്സിലേക്ക് വന്നു. പിന്നെ Yes, അതൊക്കെ ma'am. നമ്മുടെ തിരക്കട്ട ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം കിട്ടുന്നത് വളരെ മൈൻഡ്ഫുൾനെസ് ആക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗം കണക്ട് ചെയ്യാനായിട്ട് പറ്റി. Okay. Yes, ma'am. നമ്മൾ ഓരോ ദിവസേന ഞാൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷന്. അപ്പൊ 2 രീതിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ്സും എടുത്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രീത്തിങ്ങിന്റെ നോക്കിയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നത് വഴിയും, പിന്നെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പെർഫ്യൂമിന്റെ ഒരു പോസിറ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തിരി കത്തിച്ച് വെക്കുക, ചന്ദനത്തിരി കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു റൂം ഫ്രഷ്നർ അടിക്കുക. അതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരു കോൺസെൻട്രേഷന്റെ ആവശ്യം വരുന്നില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബിൽ എത്തിച്ചേരും പെട്ടെന്ന്. അതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. Yes, അതർ ma'am. ദാൻ ദാറ്റ് എല്ലാം തന്നെ എന്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള തന്നെയാണ് മാഡം എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് Okay. എനിക്ക് നന്നായിട്ട് അതങ്ങോട്ട് ഒന്നുകൂടെ കൂടുതൽ അങ്ങ് അടുത്ത് നിൽക്കാനായിട്ട് പറ്റി സംസാരിച്ചു. Okay, ma'am. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much for your valuable feedback. Yes, ma'am. എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ മാം? ഖദീജ മാം, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? മാമിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. വന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും ഹലോ മാം, yes, yes, ma'am. അടിപൊളി ക്ലാസ് ആയിരുന്നു. ക്ലാസ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ക്ലാസ്സിന് ഇറങ്ങാൻ തോന്നിയില്ല. അത്രയും കേട്ടിരുന്നു പോണ ഒരു ക്ലാസ് ആയിരുന്നു. Thank you. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you so much. Yeah. ആൻഡ് ഇതിൽ വന്നു ചേർന്ന എല്ലാവർക്കും, ഇതിൽ കാണുന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ആൻഡ് വിഷ് ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫിലേക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു. ഒരുപാട് ചർച്ചകൾക്കിടയിലും സെഷനിലോട്ട് വന്ന സന്ധ്യ മാമിന് ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.